ഇവിടെ 2 കുട്ടികൾ ടെറസിൽ ചെന്ന് അവിടെയുള്ള ഇഷ്ടികയെടുത്ത് താഴേക്കിടുന്നു. അതൊരു കുഞ്ഞു കൊച്ചിന്റെ തലയിൽ വീണ് സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു. 2 കുട്ടികളെയും ജുവനൈൽ കോർട്ടിൽ കൊണ്ടുവന്നു. കുട്ടികളോട് ചോദിച്ചപ്പോൾ ന്യൂട്ടൺസ് ലോ ട്രൈ ചെയ്തതാണെന്നും അബദ്ധവശാൽ പറ്റിയതാണെന്നും പറഞ്ഞു. അതിനാൽ അവരെ വെറുതെ വിട്ടു. എന്നാൽ കോർട്ടിൽ നിന്നിറങ്ങിയ കുട്ടികൾ മരിച്ച കുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി കളിയാക്കുന്ന മട്ടിൽ ചിരിച്ചിട്ട് പോകുന്നു. അത് അവരുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചു. തന്റെ കുഞ്ഞിന് വന്ന ഗതി ആർക്കും ഉണ്ടാകരുതെന്ന് കരുതി അവരൊരു ജഡ്ജാകാനായി പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അമ്മ ഒരു ജഡ്ജായി നിയമിക്കപ്പെട്ടു. അതേ ദിവസം ഒരു കേസും അവളുടെ മുന്നിൽ വന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണാതാകുന്നു. പോലീസിന്റെ തിരച്ചിലിനൊടുവിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് അവളെ കണ്ടുകിട്ടി. അപ്പോഴേക്കും അവളെ ആരൊക്കെയോ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റിൽ അവൾ പറഞ്ഞു അവളുടെ ക്ലാസ്മേറ്റ്സ് ആണ് അവളെ അവിടെ എത്തിച്ചതും മദ്യം നൽകിയതും പീഡിപ്പിച്ചതും. പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെ ശരീരത്തിൽ 2 പേരുടെ DNA മാത്രമാണ് കിട്ടിയത്. അന്നേരം പെൺകുട്ടി പറഞ്ഞു അവർ 3 പേരുണ്ടായിരുന്നു. DNA കിട്ടാത്ത കുട്ടിയുടെ പേര് സിയാജുൻ. അവന് 16 വയസ്സ് മാത്രമാണ് പ്രായം.